മൂന്നാർ പഞ്ചായത്തിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കുഴിച്ചുമൂടി എന്ന പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നായകളെ ജീവനോടെയും അല്ലാതെയും കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് മണ്ണുമാറ്റി പരിശോധന നടത്തും. നായകളെ കൊണ്ടുപോയ പഞ്ചായത്തിന്റെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. 200ഓളം നായകളെ കുഴിച്ചുമൂടിയെന്നാണ് അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പറയുന്നത്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. നായകൾക്ക് കൂട്ടക്കുഴിമാടം ഒരുക്കി എന്നതാണ് ആരോപണം. അതിന്മേൽ കൃത്യമായ തെളിവുകൾ കൂടി നൽകിക്കൊണ്ടുള്ള പരാതിയാണോ? അന്വേഷണം എങ്ങനെ പോകുന്നു? ഗുഡ് മോർണിംഗ് സുജയ. ഇന്നലെ ഈ തെരുവ് നായകളെ കൊന്നു കുഴിച്ചുമൂടി എന്ന പരാതിയും ഈ വാർത്തയും നമ്മളാണ് ആദ്യമായി പുറത്തുവിടുന്നത്. ഇതിന് പിന്നാലെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഊർജിതമായ അന്വേഷണം മൂന്നാർ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഏതാണ്ട് 200ഓളം നായകളെയാണ് ജീവനോടെയും അല്ലാതെയും കുഴിച്ചുമൂടി എന്ന പരാതി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്ന പോലെ തന്നെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതിലിപ്പോൾ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. KL 68B1921 എന്ന മൂന്നാർ പഞ്ചായത്തിന്റെ വാഹനമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ വാഹനം മാലിന്യ നീക്കത്തിനായിരുന്നു പഞ്ചായത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നായകളെ കൊന്നു കുഴിച്ചു മൂടുന്നതിനെ കൊണ്ടുപോയത് ഈ വാഹനമെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ വ്യക്തമാവുന്നത്. ഇതിൽ ഇന്നത്തോടുകൂടി ഒരു വ്യക്തത വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രാവിലെ ഒരു 10 മണിയോടുകൂടി മൂന്നാർ പോലീസിന്റെ നേതൃത്വത്തിൽ ഈ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുകയാണ്. നായകളുടെ ജഡം അവിടെ കണ്ടെത്തുകയാണെങ്കിൽ അതെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. സൈനൈഡ് നൽകിയാണ് അതിക്രൂരമായി ഈ നായകളെ കൊന്നു എന്നാണ് ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു സംഭവമായി കേസ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അതിന്റെ ഒരു ഫോളോ അപ്പിലൂടെ കടന്നു പോകാം. 200-ലേറെ നായകളെയാണ് കൊണ്ടുപോയി കുഴിച്ചിട്ടത്. കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ള വാർത്തയാണ് രാഹുൽ ഇന്നലെ ബ്രേക്ക് ചെയ്തത്. അതിന്മേൽ ഇന്നിപ്പോൾ പരിശോധന നടക്കാൻ പോകുന്നു എന്നതാണ്. അതിന്റെ കൂടുതൽ വാർത്തകൾക്കായി പ്രേക്ഷകർ തുടരുക ഞങ്ങൾക്കൊപ്പം.